യുദ്ധത്തിലൂടെ പാണ്ഡവർക്ക് അധികാരം തിരിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ പറയുക. യഥാർത്ഥത്തിൽ ഈ അധികാരം പാണ്ഡവർക്ക് ഭഗവാൻ കൊടുത്തതാണ്. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കി അതിന്റെ രാജാവായിട്ട് യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്ത് രാജസൂയം നടത്തി ഒരു പൊടി ചോര പൊടിയാതെ ഒരു സാമ്രാജ്യം, ഒരു ധർമ്മ സാമ്രാജ്യം സൃഷ്ടിച്ച ആളാണ് കൃഷ്ണൻ, അല്ലെ? അവിടെ ഒരാൾക്ക് പോലും ഒരു മരണം സംഭവിച്ചിട്ടില്ല, ഒരാൾക്കും വിധവയാവേണ്ടി വന്നിട്ടില്ല ആണ് ഭഗവാൻ. എവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്? നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഈഗോ ക്ലാഷുകൾ. ഈ ചൂതുകളി എന്ന് പറയുന്നത് ധർമ്മമാണെന്നും അതിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ രാജധർമ്മത്തിന് എതിരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് യുധിഷ്ഠിരൻ ചൂതുകളിക്ക് പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്, കൃഷ്ണനോട് പറയരുത്, കൃഷ്ണൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമ്മളൊരാളെ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ അവിടെ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്.